കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ തിരുവചനം കേൾക്കുവാനും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നുകൊണ്ടും കർത്താവിൻ്റെ സുവിശേഷത്തെ ഇന്ന് ഒരുമിച്ച് ക്രിസ്തുവിൽ നമുക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ആമേൻ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുകയും വലിയ ദൈവിക ആലോചനകളെ സ്വീകരിക്കുകയും ദൈവത്തിൽ നിന്നും അത് നിവൃത്തി പ്രാപിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് തിരുവചനത്തിലേക്ക് പോകാം. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കും. എത്ര വലിയ പ്രതിസന്ധിയിൽ നിങ്ങളായിരുന്നാലും നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ അത്ഭുതം കാണും. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഏത് പ്രതിസന്ധിക്കകത്തായിരുന്നാലും എത്ര വലിയ വിഷയമാണെങ്കിലും പറയണം, ഞാൻ അത്ഭുതം കാണും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇന്ന് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചന പഠനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് യൂട്യൂബിലൊക്കെ കേൾക്കുന്നതോടെ ഞാൻ പറയുന്നു, തുടർമാനമായിട്ട് നമ്മൾ ഈ ഓരോ ദിവസവും വചനത്തെ ധ്യാനിക്കുകയും ആ വചനത്തിൻ്റെ ഉള്ളറയിൽ നിന്നും നമുക്ക് വേണ്ട അത്ഭുതങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്നും അതേ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ വചനത്തിൻ്റെ ധ്യാനത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ആരംഭിക്കുവാൻ വേണ്ടി പോകുന്നത് 1 ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിക്കേണ്ടതിന് നമ്മുടെ പാപനിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുകയാണ്, പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ശ്രദ്ധിച്ചോണം, ഇപ്പോഴത്തെ ദുഷ്ടലോകം, ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിക്കേണ്ടതിന്. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകം, ഫ്രം ദ ഈവിൽ വേൾഡ്, അപ്പോൾ ഇപ്പോഴുള്ള ഈ ദുഷ്ടലോകം ഇവിടെ നിന്നും നമ്മളെ വിടിവിക്കുവാൻ. അപ്പോൾ ഈ ലോകത്തിൽ എന്തുണ്ട്? ദുഷ്ടലോകമാണ്. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്തു. എന്താണ് ഇഷ്ടപ്രകാരം ചെയ്തിരിക്കുന്നത്? ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും എന്നെ വിടിവിക്കണമെങ്കിൽ പാപം എന്ന വലിയ ശത്രു ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടണം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് സമാധാനം ഉണ്ടാകണം. അപ്പോൾ ക്രിസ്തു യേശു പാപപരിഹാരം നമുക്ക് വേണ്ടി ചെയ്തപ്പോൾ നമുക്കിപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും വിടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തെ തന്നെ ബൈബിൾ പറയുന്ന ദുഷ്ടലോകം, ഈവിൾ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ തിന്മയുള്ള, അനർത്ഥമുള്ള, ദോഷമുള്ള, സങ്കീർത്തനം 23 പറയുന്നത് പോലെ കൂരിരുൾ താഴ്വര, ദ വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴൽ താഴ്വര എന്ന് പറഞ്ഞു. അപ്പോൾ മരണത്തിൻ്റെ നിഴലുള്ള, മരണം തളം കെട്ടിക്കിടക്കുന്ന ഒരു ലോകമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ദുഷ്ടലോകത്തിൽ നിന്നും, അതിൻ്റെ അർത്ഥം ഇന്നത്തെ നിങ്ങളുടെ അത്ഭുതം, ഇന്ന് അത്ഭുതം നടക്കും. നിങ്ങൾ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാത്ത, സന്തോഷിക്കാൻ കഴിയാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിനോ മനസ്സിനോ ആരോഗ്യമില്ലാതെ രോഗാവസ്ഥയിലിരിക്കുന്നുവെങ്കിൽ ഇത് സന്തോഷമുള്ള അവസ്ഥയല്ല, ഇത് ദുഷ്ടലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. എന്നാൽ ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന് വേണ്ടി ഇന്നലെ കർത്താവ് വില കൊടുത്തു. ഞാൻ ഇന്നലെ എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മുമ്പേ കർത്താവ് വില കൊടുത്തു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം
16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പിന്നെ ശ്രദ്ധിച്ചോണം, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ കർത്താവ് പറയുന്നത് ധൈര്യപ്പെടണം. എന്തിനാ ധൈര്യപ്പെടേണ്ടത്? ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ പറ്റി ഗലാത്യ ലേഖനം 3-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകം, ശ്രദ്ധിച്ചു നോക്കി, ഇപ്പോഴത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കണം. അപ്പോൾ ഇപ്പോഴുള്ളത് ദുഷ്ടലോകമാണ്. യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നോക്കിയേ, ലോകത്തിൽ കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അപ്പോൾ ഈ ലോകത്തെ പറ്റി പറയുന്നു, ഈ ലോകം കഷ്ടത നിറഞ്ഞ ലോകമാണ്. ഈ ലോകം എന്തുള്ളതാണ്? ദുഷ്ടലോകമാണ്. അപ്പോൾ ഈ ദുഷ്ടലോകത്ത് യേശു പറയുകയാണ്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദുഷ്ടലോകത്തെയും ദുഷ്ടനെയും പിശാചിനെയും പിശാചിൻ്റെ തന്ത്രത്തെയും ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെയും യേശു ക്രിസ്തു ജയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ധൈര്യപ്പെടുവിൻ, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ. അപ്പോൾ എന്തിനാണ് നമ്മളോട് ധൈര്യപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പം നമുക്ക് ഈ ലോകത്തിൽ നിന്നും ഒരു വിടുതലുണ്ട്. അത് നിത്യത മാത്രമല്ല കേട്ടോ, നിത്യരക്ഷ മാത്രമല്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് രോഗമൊന്നുമില്ല. നിങ്ങൾ നിത്യതയിൽ ചെന്നാൽ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ, അവിടെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഭാരങ്ങളോ പ്രയാസങ്ങളോ സമാധാനം ഇല്ലാത്ത അവസ്ഥയോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഇതെല്ലാം ഉള്ളത് ഈ ഭൂമിയിലാണ്. നിങ്ങൾക്ക് വിടുതൽ ആവശ്യമായത് എവിടുന്നാ? ഈ ഭൂമിയിലാണ്. നിത്യജീവൻ ലഭിച്ച ഒരു വ്യക്തി നിത്യതയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെപ്പറ്റിയും പിന്നെ എന്ത് ചെയ്യണ്ട, വിചാരപ്പെടണ്ട. പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, നിങ്ങൾ എന്തുണ്ണും എന്തുടുക്കുമെന്ന് വിചാരപ്പെടണ്ട. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് വികാരങ്ങളെ കൊണ്ടുവരുന്ന, നമുക്ക് പലപ്പോഴും ഉണ്ടാകാറില്ലേ, നമുക്ക് ഇമോഷനുകൾ ഉണ്ടാകാറില്ലേ? നമ്മൾ പറയുന്നത് അവർ ഭയങ്കരമായിട്ട്, എനിക്കറിയത്തില്ല ബദറ, ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണ് പോണത്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിചാരങ്ങൾക്കകത്തുനിന്നും നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്കകത്തുനിന്നും നിങ്ങൾക്കിന്ന് വിടുതലുണ്ടാകുവാൻ, ഇന്ന് ഞാൻ പറയുന്നത്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയണം, യേശു ക്രിസ്തു ഈ പൈശാചിക ലോകത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ദുഷ്ടലോകത്തിൽ നിന്നും ക്രിസ്തു ഏതൊക്കെ പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുന്നോ, ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഇന്നലെ തന്നെ കർത്താവ് പരിഹരിച്ചതിൻ്റെ റിസൾട്ടുകൾ ഇന്ന് എനിക്ക് വെളിപ്പെടാൻ വേണ്ടി പോവാം. ഇതാണ് എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമെന്ന് എപ്പോഴും ഞാൻ പറയണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ പറയുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടത് നമ്മുടെ പാപം നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പം പാപമാണ് നിങ്ങളെ ഈ ലോകത്തെ ദുഷ്ടമാക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം പാഴും ശൂന്യമായ ഭൂമിയിൽ നിന്നാണ് മനോഹരമായ ഭൂമി ആക്കി തീർത്തിരിക്കുന്നത്. ഈ മനോഹരമായ ഭൂമി പാപം നിമിത്തം എന്തായി തീർന്നു? മുള്ളും പറക്കാരെ ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ശാപമുണ്ടായപ്പോൾ മുള്ളും പറക്കാരെ ഉണ്ടായി. മുള്ള്, പറക്കാര, ഇതൊക്കെ ഉണ്ടായതിൻ്റെ അടയാളം ഭൂമി ശപിക്കപ്പെട്ടു. നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അപ്പോൾ ശപിക്കപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറില്ല, അതൊരു ശപിക്കപ്പെട്ട സ്ഥലമാണ്, ഒരു ശപിക്കപ്പെട്ട വീടാന്നൊക്കെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ല പലരും പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ആ വീട്ടിൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ ഐശ്വര്യമോ നന്മയോ ഉണ്ടാകുന്നില്ല. ബൈബിൾ പറയുന്നു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു. അപ്പോൾ ഈ ശപിക്കപ്പെട്ട ഈ ദുഷ്ടലോകത്തിൽ നിന്നും ഇനിയൊരു മോചനം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണോ ശപിക്കപ്പെടാൻ കാരണമായ പാപം, ഇതിന് പരിഹാരം വരുത്തണം. ഇതിന് പരിഹാരം വന്നാൽ അതിലെല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ ക്രിസ്തു നമ്മുടെ പാപത്തെ വഹിച്ചുവെങ്കിൽ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ഈ ദുഷ്ടലോകത്തിൽ പലരും ഇത് അറിയുന്നില്ല, ഈ സുവിശേഷം എല്ലാവരോടും പറയണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇന്ന് നിങ്ങൾ ഏത് വിഷമോ, നിങ്ങൾക്ക് സന്തോഷം തരാത്ത, സമാധാനം തരാത്ത എന്തുമായിക്കോട്ടെ, രോഗമോ കടഭാരമോ പ്രശ്നമോ വേദനയോ എന്തുമായിക്കോട്ടെ പറയണം, ഇത് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്നവരാണ്, എൻ്റെ കൂടെ ഒന്ന് പറയാവോ? നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടിരുന്നാലും, ഈ യൂട്യൂബിൽ കേൾക്കുന്നവർ പറയണം, ഈ ലോകത്തിലെ ഒരു വിഷയത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല, ഞാനിത് അനുഭവിക്കേണ്ട കാര്യമില്ല, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഈ ദുഷ്ടലോകത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവനാണ്. ആമേൻ. ഇതൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ അത്ഭുതം നിങ്ങളുടെ കൂടെയുണ്ട്.
യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കൂടെ ഇന്ന് നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ അത്ഭുതത്തെ ഞങ്ങളിന്ന് സ്വീകരിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ ഞങ്ങളിന്ന് സ്വീകരിക്കുന്നു. യേശുവേ, ഇന്നത്തെ ദിവസം കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് കാണുവാനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഭവിക്കുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കുന്നല്ലോ. ക്രിസ്തു യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ഞങ്ങൾ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, വേദന അനുഭവിക്കുന്നവർ, ഈ ആ വേദന എൻ്റെ കൂടെ പറയും, ഇന്ന് എൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. ആ രോഗമുള്ള ഭാഗത്തോട്ട്, വേദനയുള്ള ഭാഗത്തോട്ട് കൈയോടെ വെച്ച് പുതിയ അവയവം ഉണ്ടായി വരിക, പുതിയ അവയവം ഉണ്ടായി വരും. കാരണം നിങ്ങൾക്ക് ഈ രോഗം വന്നത് ഈ ലോകത്തിലാണെങ്കിൽ ഈ ലോകത്തിൽ വെച്ചാണ് ക്രിസ്തു തകർക്കപ്പെട്ടത്, മുറിവേറ്റത് കൊണ്ട് ഈ ലോകത്തിൽ തന്നെ സൗഖ്യമുണ്ട്. പുതിയ അവയവം ഉണ്ടായി വരിക. കാഴ്ച എന്ന് ലഭിച്ചിരിക്കുന്നു. കേൾവി, വചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമൻ സംസാരിക്കും, മരിച്ചവൻ ഉയർക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നോട് കർത്താവിൻ്റെ വാക്ക് പറയുക. രാധിക എന്ന് പറയുന്ന ഒരു മകളെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, രാധികയുടെ ഭവനത്തിൻ്റെ മേൽ അതിൻ്റെ അന്തരീക്ഷത്തെ ദൈവം മാറ്റാൻ വേണ്ടി പോകും. രാധികയുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വാക്കുകളുടെ മനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഭവനത്തിലേക്ക് കയറി വരുന്നതും ആ വ്യക്തി മുഖാന്തിരം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുടെ വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക, ഒരു ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഭവനത്തുമായിട്ട് ബന്ധപ്പെട്ട് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് പറയുകയാണ്. ദിലീപിനെ ദൈവം തൊടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കർത്താവ് ഇന്ന് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. പ്രതിസന്ധികളിൽ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിനെ, 2 തലമുറകളുള്ള ചിത്ര, അതിനകത്ത് 2 തലമുറകളിൽ മൂത്തത് ഒരാൺകുട്ടിയാണ് മൂത്തതായിട്ടുള്ളത്. ആ കുടുംബത്തിൽ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വലിയൊരു സമാധാനത്തിൻ്റെ ഉടമ്പടിയെ, സമാധാനത്തെ കർത്താവ് ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം അവിടെ ഉണ്ടാകുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെ പിന്തുടരും. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞങ്ങൾക്ക് നന്മ വരും. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ കൈവച്ച് ആ രോഗത്തോട് പറ, യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതാ, യേശുവിൻ്റെ വേദനകളെ ചുമന്നതാ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യവും സൗഖ്യവും വന്നിരിക്കുന്നു. ഞാനിപ്പോൾ അത്ഭുതത്തിൻ്റെ അകത്താണ്. ഞാൻ അത്ഭുതത്തിൻ്റെ അകത്താണ്. യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, അസാധാരണമായ ദൈവപ്രവർത്തികൾക്ക് നന്ദി പറയുന്നപ്പോൾ വലിയ കാര്യങ്ങൾ ഞങ്ങൾ കാണും, വലിയ പ്രവൃത്തികളെ ഞങ്ങളിന്ന് അനുഭവിക്കും. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവ് തൊടുന്നതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാക്ഷ്യമാക്കി ദൈവം നിങ്ങളെ മാറ്റാം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. തുറമാനമായിട്ട് നടക്കാൻ പോകുന്ന ഫെബ്രുവരിയിൽ നടക്കുന്ന മീറ്റിങ്ങുകൾക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്കൊരുമിച്ച് ഇന്ന് ആ പ്രാർത്ഥനകൾക്ക് വേണ്ടിയൊക്കെ നടക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും ക്ഷണിക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രവചന ആലോചനകളെ ദൈവം തുറക്കും. നിങ്ങളെ ദൈവം തൊടും. നിങ്ങളുടെ ജീവിതസ്ഥിതികളെ മാറ്റുവാൻ കർത്താവ് ഇടയായിത്തീരും. കർത്താവിൻ്റെ വേലയിൽ ഞാൻ വിതച്ചവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് ഇനിയും കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധി തരും. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നന്മ, ദശാംശങ്ങളായിക്കോട്ടെ, ഓഫറിങ്ങളായിക്കോട്ടെ, ഒരു പൈസ പോലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കർത്താവിൻ്റെ വയലിൽ വിതയ്ക്കുന്നവൻ ദൈവത്തിൻ്റെ വയലിൽ കൊയ്യും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഒറ്റ പൈസ, ഒറ്റ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല. ബൈബിളൊരു വാക്കുണ്ട്, നിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പിന്നെയും വിതയ്ക്കുവാൻ നിങ്ങൾ കാണുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
നാളെ നമുക്ക് പിന്നെയും ഒരുമിച്ച് സൂമിൽ കാണാം. എല്ലാ ദിവസവും സൂം പ്രെയർ നടക്കുന്നു, അതിൽ പങ്കുചേരുക. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.